CPM-ന് മലബാറിൽ അതിഗംഭീരമായ പക്ഷാഘാതം വന്നിരിക്കുന്നു. കേരളത്തിൽ CPM തോറ്റു തുന്നമ്പാടിയിരിക്കുന്നു. അത് കേവലമായൊരു തെരഞ്ഞെടുപ്പ് പരാജയമല്ല, 77ഉം 70ഉം അല്ല, 84 അല്ല, മറിച്ച് ഇതൊരു തകർച്ചയാണ്, ഇതൊരു ഇംപ്ലോഷനാണ്, ഇത് കിണറിടിയുന്നത് പോലെയുള്ളൊരു തകർച്ചയാണ് എന്ന് മനസ്സിലാക്കാൻ ഇപ്പോഴും CPM പാടുപെടുന്ന കാണുമ്പോൾ അവരുടെ ചെവിയിൽ ആരാണ് ചൂടുവെള്ളവും തണുത്ത വെള്ളവും ഒഴിക്കുക എന്നത് ഒരു ചോദ്യമാണ്. എങ്കിൽ നമുക്കടങ്ങിയിരിക്കാൻ സാധ്യമല്ല. ഇന്ന് ഈ ഗവൺമെന്റ് വന്നു, അതുകൊണ്ട് PK ശശിയും സതീശനും എല്ലാം കൂടി നമ്മളുമായി സംസാരിച്ചു എന്ന് ഇവിടെ ഇരിക്കുന്നവരോ ഇത് കേൾക്കുന്നവരോ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് പൊതുഗതാഗത മന്ത്രി എന്ന രീതിയിൽ പറയുകയാണ്. പൊതുഗതാഗത രംഗത്ത് നിക്ഷേപിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിയെയും തകർന്നു പോകാത്ത തരത്തിൽ സംരക്ഷിക്കാൻ ഈ ഗവൺമെന്റ് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന ഒരു വാഗ്ദാനവും കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞ് VD സതീശൻ ഗവൺമെന്റ് വന്നുകൊണ്ടാണോ DMF ഉണ്ടായതല്ലോ? അതിന് മുമ്പേ ഉണ്ടായില്ലേ? അതുകൊണ്ട് നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, നമ്മൾ നവചിന്ത കമ്മ്യൂണിസ്റ്റുകാരാണ്. നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പണ്ട് ചെയ്ത തെറ്റുകളെ മുഴുവൻ തള്ളിക്കളയാന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുന്നില്ല. പുതിയ ശരികൾ ചെയ്യാൻ വേണ്ടി നാം പ്രതിജ്ഞാബദ്ധരാണ്. സോഷ്യൽ ഫാസിസ്റ്റുകളും അരങ്ങ് നിറയുന്ന ഈ സന്ദർഭത്തിൽ, സോഷ്യൽ ഫാസിസ്റ്റുകൾ തകർന്നടിഞ്ഞിരിക്കുന്ന ഈ സമയത്ത്, പക്ഷേ ഫാസിസ്റ്റുകൾ ഇന്ന് പത്തി വിടർത്തി തന്നെ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ സോഷ്യലിസ്റ്റുകളായ നമ്മൾ സോഷ്യൽ ഫാസിസത്തിനുമെതിരായ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ, മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾ, അവരെ ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയം കെട്ടിപ്പടുക്കാനാണ് പാലക്കാട്ടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഒരുപാട് ചരിത്രമുള്ള ഒരു പ്രസ്ഥാനമാണ്. ആ ചരിത്രം ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷിയാണ് എന്ന ചരിത്രം പാലക്കാട് വിളിച്ചു പറഞ്ഞത് 956 ഏപ്രിൽ മാസം നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 4ാം പാർട്ടി കോൺഗ്രസിലാണ്. പലരും പറയും 957 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് ഒരത്ഭുതമാണ് എന്ന്. പക്ഷേ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ താത്വിക ആചാര്യന്മാരിൽ ഒരാളായ ആ കൺവെൻഷനിൽ പങ്കെടുത്ത മോഹിത് ചന്ദ് തന്റെ ആത്മകഥയിൽ എഴുതി, 1956 ഏപ്രിൽ മാസം 29-ാം തീയതി പാലക്കാട് നടന്ന റെഡ് വളണ്ടിയർ മാർച്ചും പാലക്കാട് നടന്ന മഹാബഹുജന റാലിയും കണ്ടാൽ 57 ഈ ഗവൺമെന്റ് വന്നതിൽ ഒരാൾക്കും ഒരത്ഭുതവും തോന്നേണ്ട കാര്യമില്ല. ലോകത്തെ ജനാധിപത്യ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കാലെടുത്ത് വെച്ച കാലമാണത്. 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം രൂപീകൃതമായ രാജ്യങ്ങൾക്ക് പുറമെ യൂറോപ്യൻ രാജ്യങ്ങൾ, ഇറ്റലിയിലും ഫ്രാൻസിലും ഇംഗ്ലണ്ടിലുമെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർണായകമായ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ നടത്തിയിരുന്നു. അതിൽ ഒരു രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് വോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയത് തൊഗ്ലിയാത്തിയെ പോലുള്ള നേതാക്കന്മാർ നയിച്ച ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. പക്ഷേ ഒരു പ്രദേശം, ഒരു ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ ഏരിയ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഓഫ് വോട്ട്സ് ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും കിട്ടാത്ത തരത്തിൽ നേടിയ ഇടം ഈ പാലക്കാടായിരുന്നു എന്ന് അഭിമാനപൂർവ്വം നമുക്കെല്ലാം ഓർക്കാവുന്ന കാര്യമാണ്. പിന്നീടും പാലക്കാട് നിരവധി പോരാട്ടങ്ങൾ നടത്തി. 56 നടന്ന 4ാം പാർട്ടി കോൺഗ്രസിൽ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മഹാനായ നേതാവ് സഖാവ് അജയ് ഘോഷായിരുന്നു. ആ അജയ് ഘോഷിന്റെ പോളിറ്റ് ബ്യൂറോയിൽ EMS ഉണ്ടായിരുന്നെങ്കിലും, ഡാംഗെ ഉണ്ടായിരുന്നെങ്കിലും, ജ്യോതിബാസുവും AKGയും പോലും ഉണ്ടായിരുന്നില്ല. അത്രയും ശക്തമായ ഒരു നേതൃത്വം സുന്ദരയും അതുപോലെ തന്നെ രാജേശ്വർ റാവുമെല്ലാം
ഉൾപ്പെട്ട ഒരു വലിയ നേതൃത്വമായിരുന്നു അത്. ആ നേതൃത്വത്തിൽ വന്ന അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പിന്നീട് നടത്തിയ പോരാട്ടങ്ങളുടെ ഭാഗമായി ഈ നാടിൻ്റെ സ്വത്ത് മുഴുവൻ കൈയടക്കി വച്ചിരിക്കുന്ന ജന്മിമാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ജന്മം കൊണ്ട് കിട്ടിയതാകാം ഈ സ്വത്ത്, പക്ഷേ ഇത് കർഷകന്റെ സ്വത്താണ്, ഇത് നിങ്ങളുടെ വീട്ടവകാശത്തിൽപ്പെട്ട സ്വത്തല്ല. ഈ കൃഷിഭൂമി ഞങ്ങളുടേതാണ്, ഞങ്ങൾ കൊയ്യുന്ന വയലുകൾ ഞങ്ങളുടേതാണ് എന്ന് പ്രഖ്യാപിക്കാൻ ഏറ്റവും ശക്തമായ തരത്തിൽ മുന്നോട്ട് വന്ന ഇടവും പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിലെ ജന്മിമാരെ കൊമ്പുകുത്തിച്ചുകൊണ്ട് കേരളത്തിന്റെ ജന്മിത്വത്തിനെ വലിയൊരളവ് വരെ കടിഞ്ഞാണിട്ടുകൊണ്ട് സ്വത്തിന്റെ പുനർവിഭജനം നടത്തുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഐതിഹാസികമായ സമരങ്ങൾക്ക്, ഭരണ നടപടികൾക്ക് പിന്തുണ നൽകിയത് പാലക്കാട്ടുള്ള വലിയ കർഷക ജനതയാണ്. അതിനുശേഷം നിങ്ങൾക്കറിയാം, 1970 മഹാനായ AKG കാസർഗോഡ് വിജയിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് കണ്ട് അന്നത്തെ പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് ഒറ്റയ്ക്കാണ് CPM നിന്നത്. AKG പരാജയപ്പെടുമോ? ജവഹർലാൽ നെഹ്റുവിനോട് പാർലമെന്റിൽ നിങ്ങൾക്ക് കാസർഗോഡ് വന്ന് മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ച ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ത്യാഗനിർഭരനായ ആ മഹാനായ കമ്മ്യൂണിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന സന്ദർഭത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം നടത്താൻ പാലക്കാട് തിരഞ്ഞെടുത്തപ്പോൾ AKGയെ അവസാനമായി പാലക്കാട്ടിൽ നിന്നാണ് ലോകസഭയിലേക്ക് അയച്ചത് എന്നും നമുക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ EMSനും AKGക്കുമെല്ലാം ഇടം നൽകിയ ഒരു സ്ഥലം, അജയ് ഘോഷിനെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത ഈ പട്ടണത്തിൻ്റെ ഇതിഹാസ കൃതകൾ പറഞ്ഞ് ഞാൻ നിങ്ങളുടെ സമയം കളയുകയല്ല. മറിച്ച് ഇവിടത്തെ പ്രസ്ഥാനത്തിന് എന്തു പറ്റിയെന്ന് PK ശശി ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി. CPIM ആയി പിളർന്നപ്പോൾ CPI അതീവ ദുർബലമാവുകയും CPM ഏതാണ്ട് പൂർണ്ണമായും CPIയെ ഉൾക്കൊള്ളുകയും അല്ലെങ്കിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഉൾക്കൊള്ളുകയും ചെയ്ത ഇടവും പാലക്കാടായിരുന്നു. നിരവധി സംഘർഷങ്ങൾ ഉണ്ടാവുകയും ആലത്തൂർ പോലുള്ള പ്രദേശങ്ങളിൽ നിരവധി സഖാക്കൾ മരിക്കുകയും ചെയ്ത അനുഭവങ്ങളുണ്ട്. ആ മരിച്ചതൊന്നും നല്ലതായിരുന്നില്ല എന്നാണ് നമ്മുടെ പാർട്ടിയുടെ അഭിപ്രായം. എന്തുമാകട്ടെ, ഇന്ന് ഈ പ്രസ്ഥാനത്തിന് എന്തു പറ്റി എന്ന് അദ്ദേഹം ഇവിടെ വരച്ചു കാണിച്ചു. അവസരവാദികളും സ്വന്തം കാര്യം നോക്കുന്നവർ മാത്രം, സ്വന്തം കാര്യം നോക്കാൻ മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരും സോഷ്യൽ ഫാസിസത്തിന്റെ വക്താക്കളുമായവർ പ്രസ്ഥാനത്തെ നയിച്ചു തുടങ്ങിയപ്പോൾ ഇന്ന് മലബാറിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, പ്രത്യേകിച്ചും പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിൻ്റെ മഹത്തായ ചരിത്രത്തിൽ ഏറ്റവും താഴെ വീണിരിക്കുകയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നമ്മളത് കണ്ടു. പക്ഷേ ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല എന്നാണ് CPMന്റെ നേതാക്കന്മാർ പറഞ്ഞത്. പണ്ടൊരു വലിയ പണ്ഡിതനായ ബിഷോഗരൻ പറഞ്ഞു, ചില രോഗികളുടെ പ്രശ്നം അവർക്ക് രോഗമുണ്ട് എന്ന് അംഗീകരിക്കാതിരിക്കലാണ്. പ്രത്യേകിച്ചും പക്ഷാഘാതം വന്ന രോഗികൾ ചിലർ പറയുമത്രേ, എനിക്ക് പക്ഷാഘാതമില്ല. അവരോട് കൈയൊന്ന് ഉയർത്താൻ പറഞ്ഞാൽ അവർ പറയും, എനിക്ക് ഉയർത്താൻ സാധിക്കും, പക്ഷെ ഇപ്പം ഞാൻ ഉയർത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവരുടെ ചെവിയിൽ കുറച്ച് ചൂടുവെള്ളവും തണുത്ത വെള്ളവും ഒഴിച്ചാൽ അവർക്ക് പക്ഷാഘാതം വന്ന കാര്യം മനസ്സിലാക്കും. CPMന് മലബാറിൽ അതിഗംഭീരമായ പക്ഷാഘാതം വന്നിരിക്കുന്നു. കേരളത്തിൽ CPM തോറ്റു തുന്നമ്പാടിയിരിക്കുന്നു. അത് കേവലമായൊരു തെരഞ്ഞെടുപ്പ് പരാജയമല്ല, 77ഉം 70ഉം അല്ല, 84 അല്ല, മറിച്ച് ഇതൊരു തകർച്ചയാണ്, ഇതൊരു ഇംപ്ലോഷനാണ്, ഇത് കിണറിടിയുന്നത് പോലെയുള്ളൊരു തകർച്ചയാണ് എന്ന് മനസ്സിലാക്കാൻ ഇപ്പോഴും CPM പാടുപെടുന്നു കാണുമ്പോൾ അവരുടെ ചെവിയിൽ ആരാണ് ചൂടുവെള്ളവും തണുത്ത വെള്ളവും ഒഴിക്കുക എന്നത് ഒരു ചോദ്യമാണ് എങ്കിൽ നമുക്കടങ്ങിയിരിക്കാൻ സാധ്യമല്ല. ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തകർന്നു പോകുന്നതും അലിഞ്ഞു പോകുന്നതും മെൽറ്റ് ഡൗൺ ചെയ്യുന്നതും
ഉരുകി ഇല്ലാതാകുന്നതും കണ്ട് ചിരിച്ചും കളിച്ചും ഇരിക്കുന്നവരല്ല ഈ ഹാളിൽ ഇന്ന് കൂടിയിരിക്കുന്ന ഞാനും നിങ്ങളും. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സോഷ്യൽ ഫാസിസ്റ്റുകൾ ഹൈജാക്ക് ചെയ്താൽ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ, ഒരു യഥാർത്ഥ ചെങ്കൊടി ഉയർത്താൻ ഈ മണ്ണിൽ ഞങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇന്ന് DMFന്റെ പ്രവർത്തകരോട് ചെയ്തിരിക്കുന്നത്. ഒരു നവചിന്താ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുത്തുകൊണ്ട് ലോകത്തെല്ലായിടത്തും ഇത്തരത്തിലുള്ള സോഷ്യൽ ഫാസിസ്റ്റ് സ്റ്റാലിനിസ്റ്റ് ചിന്താഗതിക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഹൈജാക്ക് ചെയ്തു കൊണ്ടുപോയി ലോക സാമ്രാജ്യത്വത്തിന്റെയും മുതലാളിത്തത്തിന്റെയും മുന്നിൽ അടിയറ വയ്ക്കുകയും അവരുടെ പരിഹാസങ്ങൾക്ക് പാത്രീഭൂതമാകാൻ വേണ്ടി അവരുടെ പ്രവർത്തനങ്ങളെ മുഴുവൻ ചുരുക്കുകയും ചെയ്താൽ നമ്മുടെ പാർട്ടി പറയുന്നു, ഇത് കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഇന്ന് ശശി പറഞ്ഞു, കേവലമായ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ട ലോക്കൽ കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളിലും ജില്ലാ കമ്മിറ്റികളിലും സംസ്ഥാന കമ്മിറ്റിയിലും 10-11 പേരുള്ളതിൽ 6 പേരെ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് അവരെ 5 പേരെയും പുറത്താക്കുന്ന പണിയുണ്ടല്ലോ, ആ പണി നമ്മുടെ പാർട്ടിയിലില്ല. ജനാധിപത്യ കേന്ദ്രീകരണ തത്വം എന്ന ലെനിന്റെ തത്വം അദ്ദേഹം ഉണ്ടാക്കിയത് നല്ല ലക്ഷ്യം വെച്ചുകൊണ്ടാണെങ്കിലും ജനാധിപത്യ കേന്ദ്രീകരണ തത്വങ്ങളുടെ മറവിൽ പൂർണ്ണമായ ഏകാധിപത്യം അടിച്ചേൽപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് തത്വത്തെ നമ്മുടെ പ്രസ്ഥാനം ഫലപ്രദമായി നേരിടാൻ തന്നെ തീരുമാനിക്കുകയും അത് നിരാകരിക്കുകയും ചെയ്യുകയാണ്. കമ്മ്യൂണിസ്റ്റുകാർ ഒരു കമ്മിറ്റിയിലിരുന്നാൽ പുറത്താക്കപ്പെടുകയും നടപടിയെടുക്കുകയും ചെയ്യുന്ന സഖാവ്, ആ സഖാവ് ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ചെയ്ത സംഭാവന ആകത്തുക എന്താണ് എന്ന് പരിശോധിച്ചു കൊണ്ടല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയും പുറത്താക്കാൻ വട്ടം വളഞ്ഞിരിക്കുന്ന കുറച്ച് ആളുകൾക്ക് സാധ്യമല്ല എന്നതാണ് CMPയുടെ അഭിപ്രായം. അതുകൊണ്ടാണ് MVRനെ ഭൂരിപക്ഷം അങ്ങനെയാണ് ഇതിന് പുറത്താക്കിയപ്പോ ഞങ്ങൾ പറഞ്ഞു, ഭൂരിപക്ഷം അവിടെ ഇരുന്നോട്ടെ, ജനപക്ഷം തെരുവിലിറങ്ങാൻ പോവുകയാണ്. അങ്ങനെയാണ് ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചത്. ശശി ഇവിടെ വിശദീകരിച്ചു, അങ്ങനെ ഇറങ്ങിയാൽ ഇറങ്ങുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരു സാഹസികമായ പ്രത്യയശാസ്ത്രമാണ്. ഒഴുക്കിന്റെ കൂടെ ഒഴുകിപ്പോകുന്ന പൊങ്ങുതടിയല്ല കമ്മ്യൂണിസ്റ്റുകാരൻ. അവനതിനെതിരായി നീന്തും, അവനെതിരെതിരായി പൊരുതുമ്പോൾ ചിലപ്പോൾ അവൻ മരിച്ചു വന്ന് വരാം. പക്ഷേ മരിച്ചു വീണാലും ഈ ഒഴുക്കിന്റെ കൂടെ ഒഴുകി എവിടെയെങ്കിലും പാതാളത്തിൽ പോയി പതിക്കാൻ ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ തയ്യാറല്ല. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയ 30 വയസ്സുള്ള മാർക്സും 28 വയസ്സുള്ള എംഗൽസും പറഞ്ഞു, സ്വാഭിപ്രായങ്ങൾ മൂടിവെക്കുന്നത്, സ്വാഭിപ്രായങ്ങൾ പറയാതിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരൻ അറപ്പാണ്. അതുകൊണ്ട് സ്വാഭിപ്രായങ്ങൾ നമ്മൾ പറയും. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ പുറത്താക്കും, അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ തെരുവിൽ ആക്ഷേപിക്കുമെങ്കിൽ ഞങ്ങൾ തെരുവിൽ നിന്ന് സംസാരിക്കും. നിങ്ങളുടെ പാർട്ടി സൗധങ്ങൾ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, ഞങ്ങളുടെ തെരുവാണ് ഞങ്ങളുടെ സർവകലാശാല എന്ന് പറഞ്ഞ മാക്സിം ഗോർക്കിയാണ് നമ്മുടെ വഴികാട്ടി. നാം തെരുവിൽ നിൽക്കും, തെരുവിൽ നിന്ന് പൊരുതും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ലോകം ഉണ്ടാക്കുന്നതിന് പുരോഗമന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സംഭാവനകൾ അനിവാര്യമാണ്. തൊഴിലാളി പ്രസ്ഥാനങ്ങളെ വേട്ടയാടുന്നു. നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ ലേബർ കോഡുകൾ വന്നു. ഇനി ട്രേഡ് യൂണിയനുകൾ അപ്രസക്തമായി തീരുന്നു എന്നാണ് മോഡി പറയുന്നത്. മോഡിയുടെ ഗവൺമെന്റ് പറഞ്ഞപ്പോൾ കേരളത്തിൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് ചടുലമായ വേഗത്തിൽ അതിന്റെ ഡ്രാഫ്റ്റ് റൂൾസ് ഉണ്ടാക്കി. പക്ഷേ പുറത്തു വന്നപ്പോൾ മനോരമയും മറ്റും പത്രങ്ങളും പുറത്തു കൊണ്ടുവന്നപ്പോൾ അത് പൂഴ്ത്തി വെച്ചു. അതുകൊണ്ട് തൊഴിലാളി യൂണിയനുകൾ വേണ്ട എന്ന അഭിപ്രായം നമുക്കില്ല. തൊഴിലാളി യൂണിയനുകൾ അഭിപ്രായം പറയേണ്ടിടത്ത് പറയുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമുക്കൊരു ന്യൂ തിങ്കിങ് കമ്മ്യൂണിസ്റ്റ് ഫോറം ഉണ്ടാക്കുമ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതൊന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇന്ന് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ലോകത്ത് നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന ഓമനെ പേരിട്ടുകൊണ്ട് സർവാധിപത്യത്തിന്റെ താക്കോൽ ജനറൽ സെക്രട്ടറിയുടെ കയ്യിൽ കൊണ്ടു നടക്കുന്ന ആ വർക്കിംഗ് ക്ലാസ് പ്രോളിറ്റേറിയൻ ഡിക്റ്റേറ്റർഷിപ്പ് നമ്മുടെ പാർട്ടി അംഗീകരിക്കുന്നില്ല.
രണ്ട്, ബലം പ്രയോഗിച്ച വിപ്ലവം ജനാധിപത്യത്തിന്റെ അഭാവത്തിൽ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. പക്ഷെ ഒരു ജനാധിപത്യ ലോകത്തിൽ ഞങ്ങൾക്ക് ഈ ജനാധിപത്യത്തിലൊന്നും ശരിക്കും വിശ്വാസമില്ല, ഞങ്ങൾ ഇതിനെ അട്ടിമറിക്കാൻ നിൽക്കുന്നവരാണ് എന്ന് പറയുന്നത് പരമമണ്ടത്തരമാണ്. അതുകൊണ്ട് സായുധ വിപ്ലവത്തിലൂടെ ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് വിപ്ലവം നടത്താം എന്ന പ്രചരണം നടത്തുന്ന ഒരു രീതിയോട് നമ്മുടെ പാർട്ടി യോജിക്കുന്നില്ല. മൂന്നാമത്തതായി ജനാധിപത്യ കേന്ദ്രീകരണമാണ്. ആ ജനാധിപത്യ കേന്ദ്രീകരണത്തിൽ കേന്ദ്രീകരണം മാത്രമാവുകയും ജനാധിപത്യം മരിക്കുകയും ചെയ്യുക എന്ന ആ സമ്പ്രദായത്തോട് നമുക്ക് യോജിപ്പില്ല. പക്ഷേ കഴിഞ്ഞ 40 വർഷക്കാലമായി CMPയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പോരാട്ടത്തിന്റെ പാതയിലാണ്. ദീർഘകാലമായ പോരാട്ടം, പതിറ്റാണ്ടുകൾ നിന്ന് നീണ്ടു നിൽക്കുന്ന പോരാട്ടം. ഈ CMP എന്ന പ്രസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പാർട്ടിയല്ല, നിങ്ങൾക്കറിയാം, ചെറിയ പാർട്ടിയാണ്. പക്ഷേ ചെറുതെങ്കിലും ശരിയായ പാർട്ടിയാണ്. അന്ധകാരം നിറഞ്ഞൊരു ഹോളിൽ ഒരു ചെറിയ മെഴുകുതിരി കത്തിച്ചാൽ അതിന്റെ വെളിച്ചം എല്ലാവർക്കും കിട്ടും. അന്ധകാരം കൊണ്ട് മൂടിയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ലോകത്തിൽ ഒരു മെഴുതിരിയല്ല, ഉയർത്തിപ്പിടിച്ച ഒരു തീപ്പന്തമാണ് CMP എന്ന പാർട്ടി. അതിലേക്കാണ് ഇന്ന് DMF കടന്നു വരുന്നത്. ഞാൻ DMFന്റെ സഖാക്കളെ അഭിനന്ദിക്കുകയാണ്. ഇന്ന് ഈ ഗവൺമെന്റ് വന്നു, അതുകൊണ്ട് PK ശശിയും സതീശനും എല്ലാം കൂടി നമ്മളുമായി സംസാരിച്ചു വന്ന് ഇവിടെ ഇരിക്കുന്നവരോ ഇത് കേൾക്കുന്നവരോ തെറ്റിദ്ധരിക്കരുത്. PK ശശി പറഞ്ഞതുപോലെ ഞങ്ങൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നു, ഇല്ലേ? നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നു, ഗവൺമെന്റ് വരുമെന്ന് നോക്കിയിട്ടില്ല. ഡിസംബർ 13 പഞ്ചായത്തിന്റെ ഇലക്ഷൻ റിസൾട്ട് വന്നത്. അന്ന് കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിൽ 7 സീറ്റുകളിൽ നക്ഷത്ര ചിഹ്നത്തിൽ മത്സരിച്ചില്ലേ? പത്രങ്ങൾ പോലും അത് വേണ്ടത്ര ശ്രദ്ധിച്ചില്ല, കോയിന്ന മാഷ് പോലും അറിഞ്ഞിട്ടില്ല. CMPയുടെ ചിഹ്നത്തിൽ 7 ആൾ മത്സരിച്ചു, 6 പേരും വിജയിച്ചു എന്നതാണ് ചരിത്രം. സതീശന്റെ അവിടെ ഞാൻ പോയിരുന്നു. ഞാനൊരു ബൂത്തിൽ ചെന്ന സമയത്ത് ഒരു വാർഡിൽ ചെന്നപ്പോൾ, സതീശന് ഓർമ്മയുണ്ടല്ലോ, 750 പേരാണ് അവിടുത്തെ ആ യോഗത്തിൽ പങ്കെടുത്തത്. അവർ എണീറ്റ് കൈ ഉയർത്തിയാൽ തന്നെ ഇലക്ഷൻ നടത്തേണ്ട ആവശ്യമില്ല. അപ്പൊ കൊഴിഞ്ഞാമ്പാറയിൽ നിന്ന് തുടങ്ങിയ പരീക്ഷണമാണ്. അതെടുത്തെഴുതിയത് ഹിന്ദു പത്രം മാത്രമാണ്. ഒരു നീണ്ട ലേഖനം ഹിന്ദു എഴുതി, കൊഴിഞ്ഞാമ്പാറയിൽ എന്തോ സംഭവിക്കുന്നുണ്ട്. അതെ, കൊഴിഞ്ഞാമ്പാറയിൽ കഴിഞ്ഞ നവംബർ മാസം സംഭവിച്ചത് ഇപ്പോൾ പാലക്കാട്ട് സംഭവിച്ചിരിക്കുന്നു. ഇന്ന് വലിയൊരു മാറ്റം നടക്കുകയാണ്. ഇത് പാലക്കാട് കൊണ്ട് അവസാനിക്കുമെന്ന് ആരും വിചാരിക്കണ്ട. കണ്ണൂരിൽ നിന്ന് ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് കേരളത്തിൽ മുഴുവൻ കൊഴിഞ്ഞാമ്പാറ ആവർത്തിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അതുകൊണ്ട് നിങ്ങൾ ഭദ്രമാണെന്ന് കരുതുന്ന നിങ്ങളുടെ പാർട്ടി അത്ര ഭദ്രമൊന്നുമല്ല, അത്ര ഭദ്രമല്ല. CPM എന്ന് പറയുന്ന പാർട്ടിക്കകത്തേക്ക് കടന്നു കയറാനും അവിടെ ആരെയും ഉപദ്രവിക്കാനും നശിപ്പിക്കാനും ആ പ്രസ്ഥാനത്തെ നശിപ്പിക്കാനും ഒന്നുമല്ല. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ, പാവപ്പെട്ട ആശാപ്രവർത്തകർ സമരം ചെയ്യുമ്പോൾ ആ സമരത്തെ പുച്ഛിച്ചാൽ, നിങ്ങളെ പുച്ഛിക്കുന്ന ഒരു യഥാർത്ഥ തൊഴിലാളി വർഗം ഇവിടെയുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ കർഷക തൊഴിലാളികളുണ്ട്, ദളിതുകളുണ്ട്, ആദിവാസികളുണ്ട്. ഭൂപരിഷ്കരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദിവാസികൾക്കും പ്രത്യേകിച്ചും ദളിതുകൾക്കും കുറഞ്ഞ പങ്കാണ് കിട്ടിയത്. OBCക്ക് കിട്ടിയ പങ്ക് പാലക്കാട് ജില്ലയിൽ ദളിത് സമൂഹം വളരെ വലുതാണ്. കർഷക തൊഴിലാളി, ആ തൊഴിലാളിയുടെ പങ്ക് നമുക്ക് ഇനിയും വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട്. അവന്റെ തൊഴിൽ പുതിയ കാലഘട്ടം ചെറിയൊരു കഷ്ണം ഭൂമി മാത്രമല്ല, അവന്റെ വിദ്യാഭ്യാസം, അവന്റെ ആരോഗ്യം, അവന് പഠിച്ചുയരണം, അവന് വാനോളം വലുതാകണം. ഞാൻ ഇന്നലെ നെയ്യാറ്റിൻകര താലൂക്കിൽ ഒരു ക്രിസ്തീയ സഭ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തു. അവിടെ ശ്രീജ എന്ന് പറയുന്ന IAS കുട്ടി, അവർ ഈ കേരളത്തിൽ ഫസ്റ്റ് റാങ്ക് നേടിയിരിക്കുകയാണ്. കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന അച്ഛനും അമ്മയുമാണ് ആ ശ്രീജയെ പഠിപ്പിച്ചത്. അത്തരത്തിൽ നിത്യത്തൊഴിലിന് അധ്വാനിക്കുന്ന സാധാരണക്കാരന്റെ മക്കൾ ഇന്ന് IAS പരീക്ഷ പാസ്സാകുന്നു,
ഡോക്ടറാകുന്നു, എഞ്ചിനീയറാകുന്നു. ഒരു ആസ്പിറേഷണൽ ജനറേഷൻ ഉയർന്നു വരികയാണ്. ഞങ്ങൾക്ക് വാനോണം ഉയരണം എന്നാഗ്രഹിക്കുന്ന പാവപ്പെട്ടവന്റെ മക്കളുണ്ട്. പണ്ട് പണക്കാരന്റെ മക്കൾക്ക് മാത്രം പ്രാപ്യമായിരുന്ന ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ആകാശം സാധാരണക്കാരന് തുറന്നു കൊടുക്കുക എന്നതാണ് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നയം. ഉന്നതന്മാർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും മാത്രം പഠിച്ചാൽ പോരാ, അവരുടെ മക്കൾക്ക് മാത്രം പഠിച്ചാൽ പോരാ, അവർക്കും വലിയ ഉയർച്ച വേണം. അത്തരത്തിൽ ഓരോ രംഗത്തും, ആരോഗ്യരംഗത്ത് ആരോഗ്യം തകർന്നടിഞ്ഞു കിടക്കുകയാണ്. നമ്മുടെ ആരോഗ്യമന്ത്രി ബഹുമാനായ കെ മുരളീധരൻ ഇരിക്കാൻ നേരമില്ല, ഓരോ സമയത്തും പ്രശ്നങ്ങളാണ്. പൊതുജനാരോഗ്യത്തിന് വേണ്ടി ഈ ഗവൺമെന്റ്, വി ഡി സതീശൻ ഗവൺമെന്റ് വലിയ തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്താൻ പ്രവർത്തിക്കുകയാണ്. അപ്പോഴാണ് പൊതുഗതാഗതത്തിന്റെ പ്രശ്നം രാഹുൽ ഗാന്ധി എടുത്തിട്ടത്. KSRTCയിൽ ഓർഡിനറി ബസ്സിൽ ഇന്ന് സ്ത്രീകൾ സ്വന്തം വീട്ടിൽ കയറി ചെല്ലുന്ന സ്വാതന്ത്ര്യത്തോടുകൂടി കയറി ചെല്ലുകയും അവിടെ ഇഷ്ടം പോലെ യാത്ര ചെയ്യുകയും ചെയ്യുകയാണ്. എന്നോട് പറഞ്ഞു ചിറ്റൂരിൽ നിന്നും ഗുരുവായൂർക്ക് ഒരു ഓർഡിനറി ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ചിറ്റൂരിൽ നിന്നും ഗുരുവായൂർക്ക് ഒരു ഓർഡിനറി ഉണ്ട്. എല്ലാ ഞായറാഴ്ചയും സംഘമായി നമ്മുടെ ചിറ്റൂരിലെ വനിതകൾ ഗുരുവായൂരിൽ പോയി അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വരുന്നു എന്നാണ് ഞാൻ കേട്ടത്. ശരിയാണോ? വളരെ സന്തോഷത്തിലാണ് അവർ. വെറും 10,000 രൂപ 12,000 റുപ്യ കൂലി കിട്ടുന്ന പ്രതിമാസ വരുമാനമുള്ള സ്ത്രീകൾ, അവർക്ക് 2,000-3,000 റുപ്യ സേവിങ്ങാണ്. അതിന്റെ ഫലമായിട്ട് ഇത്രയും വലിയൊരു ജനകീയ തീരുമാനം ഒരു ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന് എടുക്കാൻ കഴിഞ്ഞോ? KSRTCക്ക് ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്നോട് ചോദിച്ചു, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, പൈസ വന്നിരിക്കുന്നു, നാളെ കൊടുക്കണോ ഇന്ന് കൊടുക്കണോ ശമ്പളം? ഏപ്രിൽ മാസം 30-ാം തീയതി ലാസ്റ്റ് വർക്കിംഗ് ഡേ ശമ്പളം കൊടുത്തു KSRTCയിൽ. ഫലത്തിൽ ജൂൺ മാസത്തിൽ 2 ശമ്പളം കിട്ടി. ജൂൺ 1-നും കിട്ടി, ജൂൺ 30-നും കിട്ടി. ആ തരത്തിൽ ശമ്പളം കൊടുക്കും. അപ്പൊ സ്വകാര്യ ബസ്സുകളുടെ പ്രശ്നം ഇവിടെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു. സ്വകാര്യ ബസ്സുകളുടെ പ്രശ്നം ഉണ്ടായത് പ്രിയദർശിനി വന്നതുകൊണ്ടല്ല. 35,000 ബസ് ഉണ്ടായിരുന്നത് 33,000 ബസ് 7,000 ബസ്സായി നമ്മുടെ ഇടതുമുന്നണി ഗവൺമെന്റിന്റെ ഭരണകാലത്ത് ചുരുങ്ങി. അന്ന് പ്രിയദർശിനിയോ ഇന്ദിരാഗാന്ധിയോ ഒന്നും ഇല്ല. അത് പഠിക്കണം. അപ്പൊ കൂനിന്മേൽ കുരുവായിട്ട് ചില റൂട്ടുകളിൽ പ്രിയദർശിനി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവരെ അടച്ചാക്ഷേപിച്ചില്ല. പ്രൈവറ്റ് ബസ് എന്ന് വിളിക്കുന്ന പൊതുഗതാഗത രംഗത്തെ നിക്ഷേപകർ, ആ നിക്ഷേപകരോട് അയവേറിയ സമീപനമാണ് ധനമന്ത്രി കൂടിയായ നമ്മുടെ മുഖ്യമന്ത്രി എടുത്തത്. അതിന്റെ ഭാഗമായി അവരുടെ ടാക്സ് പകുതിയായി കുറച്ചു. അവർക്കൊരു 50,000 രൂപയ്ക്ക് താഴെ അടുത്ത് ലാഭം കിട്ടി. അതുകൊണ്ട് കാര്യമില്ല, ഇനിയും കാര്യങ്ങൾ ചെയ്യണം. ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് പൊതുഗതാഗത മന്ത്രി എന്ന രീതിയിൽ പറയുകയാണ്. പൊതുഗതാഗത രംഗത്ത് നിക്ഷേപിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിയെയും തകർന്നു പോകാത്ത തരത്തിൽ സംരക്ഷിക്കാൻ ഈ ഗവൺമെന്റ് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന ഒരു വാഗ്ദാനവും കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അവിടെയും പണിയെടുക്കുന്ന 10,000-കണക്കിന് ആളുകളുണ്ട്. ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിർണായകമായ ഒരു ഘട്ടമാണ്. എല്ലാ പാർട്ടികളെയും വിഴുങ്ങുകയാണ് BJP, തകർക്കുകയാണ്. ഒന്നുകിൽ വിഴുങ്ങും അല്ലെങ്കിൽ തകർക്കും. ഡൽഹിയിൽ വിഴുങ്ങി ആപ്പിനെ വിഴുങ്ങി. അതുപോലെ തന്നെ TMCയെ തകർത്തു, DMKയെ തോൽപ്പിച്ചു. അതേപോലെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിൽ, മഹാരാഷ്ട്രയിൽ നമ്മളോടൊപ്പം വന്ന പാർട്ടികളെ NCPയെ തകർത്തു. അതുപോലെ തന്നെ നമ്മളോടൊപ്പം വന്ന ശിവസേനയെ തകർത്തു. പ്രാദേശിക കക്ഷികളെ ഒന്നുകിൽ വിഴുങ്ങുകയോ തകർക്കുകയോ ചെയ്യുന്ന BJPക്കാരോടും എനിക്ക് പറയാനുള്ളത്, ലോകത്ത് സൂര്യൻ ഇനിയും ഉദിക്കാതിരിക്കില്ല എന്ന് നിങ്ങളെ കാര്യങ്ങൾ മറക്കരുത്. ഇപ്പോ നിങ്ങൾക്കൊരു രാഷ്ട്രീയ തമസിന്റെ അംഗീകാരമുണ്ട്. വെറുപ്പിന്റെ ഒരു ലോകത്ത് നിങ്ങൾ ജയിച്ചു നിൽക്കുന്നുണ്ട്. ലോകത്തെമ്പാടും ഇടതുപക്ഷ കക്ഷികൾ പുറകോട്ട് പോയിട്ടുണ്ട്, പുരോഗമന കക്ഷികൾ പുറകോട്ട് പോയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലുണ്ടായ വലതുപക്ഷ വേലിയേറ്റത്തിന്റെ തമസിൽ നിങ്ങൾ സുഖമായിരിക്കുകയാണ്. തൽക്കാലം എങ്കിൽ പോലും അത് താൽക്കാലികമാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, യഥാർത്ഥ പുരോഗമന പ്രസ്ഥാനങ്ങൾ, നമ്മൾ മാത്രമല്ല, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ
ഒന്നിച്ച് ഉയർത്തെണീറ്റ് വന്നാൽ ഇന്ത്യയുടെ വലതുപക്ഷ മുന്നേറ്റത്തെയും പിടിച്ചുകെട്ടാൻ നമുക്ക് സാധിക്കും എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. CMB ഉണ്ടായിട്ട് 40 വർഷം തികയുകയാണ്. ഈ ജൂലൈ മാസം 27 നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. തൃശൂർ ടൗൺ ഹാളിൽ വെച്ചാണ് EP കൃഷ്ണൻ നമ്പ്യാർ ഉയർത്തിയ പതാക, അതിനുശേഷം CK ചക്രപാണി അവതരിപ്പിച്ച പ്രമേയം, MVR നടത്തിയ ഉദ്ഘാടനം, ഞാനടക്കമുള്ള ആളുകൾ അതിനോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്ന് നാം വീണ്ടും തൃശൂർ ടൗൺ ഹാളിലേക്ക് വരുന്നു. ജൂലൈ മാസം 27-ാം തീയതി കാലത്ത് 10 മണിക്ക് നിങ്ങളെയും ഞാൻ ക്ഷണിക്കുന്നു. അന്ന് നിങ്ങൾ വരിക DMF-കാരായിട്ടല്ല, CMB-കാരായിട്ടായിരിക്കും എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. അവിടെ വരുമ്പോൾ അവിടെ നിന്നും പുതിയൊരു അധ്യായം തുടങ്ങുകയാണ്. ഇന്ന് പാലക്കാട് തുടങ്ങുന്നു. അവിടെ നമ്മുടെ തൃശൂർ ടൗൺ ഹാളിൽ വെച്ച് നമ്മൾ മറ്റൊരു അധ്യായം ആരംഭിക്കുകയാണ്. അങ്ങനെ ഒരു അധ്യായം നമ്മൾ ആരംഭിക്കുമ്പോൾ അവിടെ CMB-യുടെ സംസ്ഥാന സെക്രട്ടറിമാരുടെ കൂട്ടത്തിൽ ഒരാളെ കൂടി നിങ്ങൾക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ പേര് PK ശശി എന്നായിരിക്കും. അതുകൊണ്ട് അത് ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സതീശനും ഹരിയും മറ്റ് നിരവധി സഖാക്കളുണ്ട്. അവരെയൊക്കെ തന്നെ പാർട്ടിയുടെ ഗൗരവമായ നേതാക്കളായി നമ്മൾ കണക്കാക്കുന്നുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ സതീശൻ ചോദിക്കും, അല്ല പണ്ടേ നമ്മൾ CMB തന്നെ അല്ലേ? ഇപ്പൊ സതീശനൊരു സംശയം, നമ്മൾ CMB ആവുമല്ലേ? പക്ഷെ CMB-ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇതങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ പണ്ടേ ഇത് തന്നെ. ഞാൻ ദാസേട്ടനോട് ചോദിച്ചു, ആരാ ദാസേട്ടൻ? എല്ലാ കാലത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹത്തിന്റെ അനുജൻ സെൻട്രൽ കമ്മിറ്റി മെമ്പറായിരുന്നു. പുതിയ തലമുറയ്ക്ക് അറിയില്ല, മലമ്പുഴ MLA അല്ലേ, കൃഷ്ണദാസേട്ടനോട് ഞാൻ ചോദിച്ചു, ദാസേട്ടാ നിങ്ങളെ ഞാൻ വിളിച്ചിട്ടാണ് MVR എന്നെ ചുമതലപ്പെടുത്തി നിങ്ങളെ വന്ന് കണ്ട് ടൗൺ മുനിസിപ്പാലിറ്റിയുടെ ഒരു പാർക്കിനകത്തിരുന്നാണ് ഞങ്ങൾ സംസാരിച്ചത്. കുറെ വർഷങ്ങൾ ചോദിച്ചപ്പോൾ ദാസേട്ടനോട് ഞാൻ ചോദിച്ചു, ദാസേട്ടാ നിങ്ങളിപ്പോൾ CMB-ന് വന്നിട്ട് ഇപ്പം എന്താ തോന്നുന്നു? ദാസേട്ടൻ പറഞ്ഞു, ജോണേ ഞാൻ വേറൊരു പാർട്ടിയിൽ ചേർന്നായിട്ടൊന്നും തോന്നുന്നില്ല, ഞാൻ പണ്ടേ ഈ പാർട്ടി തന്നെയാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് CMB ഒരു ജനാധിപത്യ പാർട്ടിയാണ്. CMB സഖാക്കളുടെ പാർട്ടിയാണ്, നേതാക്കളുടെ പാർട്ടിയല്ല. CMB വളണ്ടിയർമാരുടെ പാർട്ടിയാണ്. ഞാൻ ജനറൽ സെക്രട്ടറി അല്ല, ഞാൻ CMB-യിലെ ഒരു വളണ്ടിയർ മാത്രമാണ് എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പാർട്ടിയുടെ യൂണിറ്റ് നമ്മുടെ കുടുംബമാണ്. ഭരണഘടനയിൽ ബ്രാഞ്ചെല്ലാം ഉണ്ട്. നമ്മുടെ കുടുംബമാണ് നമ്മുടെ യൂണിറ്റ്. ആ യൂണിറ്റ്. അതുകൊണ്ട് ഞാൻ ദാസേട്ടനെ കുറിച്ച് ഒന്നും കൂടെ പറയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ബൈ-ഇലക്ഷൻ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ ഉണ്ടല്ലോ. അവരടുത്ത് CPM-കാർ എന്ന് ചോദിച്ചു, ഞങ്ങളൊരു കൊടി കെട്ടിക്കോട്ടെ. ദാസേട്ടന്റെ ഭാര്യ പറഞ്ഞു, ഈ വീട്ടിൽ കെട്ടണ്ട, അടുത്ത വീട്ടിൽ വേറെ എവിടെയും കെട്ടിയാൽ മതി. മനസ്സിലായോ? അങ്ങനെ കൊടി കെട്ടിയവരുണ്ട്. ആ കൊടി കെട്ടിയവരൊക്കെ കൊടി പറിച്ചുകൊണ്ട് ഓടിയിരിക്കുകയാണ് ഇപ്പോ. അതുകൊണ്ട് നമ്മുടെ വീടാണ് നമ്മുടെ അടിത്തറ. ഇവിടെ വനിതകൾ ധാരാളമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ വനിതാ സഖാക്കൾ, നമ്മുടെ അമ്മമാർ, നമ്മുടെ സഹോദരിമാർ, അവരാണ് നമ്മുടെ പാർട്ടി. അവരാണ് ഓരോ ഭർത്താവിനെയും സഹോദരനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിർത്തുന്നത്. അതുകൊണ്ടാണ് മാർസിൻ ഗോർക്കി എഴുതിയ ഏറ്റവും പ്രസിദ്ധമായ നോവലിന്റെ പേര് എന്താണ്? അമ്മ എന്നാണ്. അമ്മമാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്തത്. സ്ത്രീകൾക്ക് അർഹമായ പ്രാധാന്യം കൊടുത്തിട്ടില്ല, CMB-യും കൊടുത്തിട്ടില്ല. സ്വയം വിമർശനം ചെയ്യണം. CMB-യും കൊടുത്തിട്ടില്ല, കൊടുക്കും. അത് കൊടുക്കാൻ നിങ്ങൾ നിർബന്ധിക്കണം, സ്ത്രീകള്. ഞാൻ സ്ത്രീയല്ല. ഏംഗൽസ് പറഞ്ഞു, കുടുംബത്തിൽ ചെന്നാൽ പുരുഷൻ ബൂർഷാസിയാണ്, സ്ത്രീ തൊഴിലാളി വർഗമാണ്. അപ്പൊ നമ്മൾ സഖാക്കളൊക്കെ വലിയ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് വീട്ടിൽ ചെന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പെട്ടെന്ന് മുതലാളിയാവും, ഒരു തൊഴിലാളിയാവും. അതുകൊണ്ട് അത് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അത് മാറ്റണം. അത് മാറ്റിക്കൊണ്ട് തുല്യതയോടുകൂടി സ്ത്രീകളും മുന്നോട്ട് വരണം. അത് നമ്മുടെ പാർട്ടിയുടെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. കുട്ടികളെ ശ്രദ്ധിക്കണം. നമുക്ക് കുട്ടികളുടെ ഒരു വേദിയുണ്ട്. DSF എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന പുറത്തെടുത്തിട്ടില്ല. അത് രജിസ്ട്രേഡ് സംഘടനയാണ്. അത് ഓരോ പ്രദേശത്തും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാദേശികമായി
ഒരു കോളേജിനകത്തല്ല, കോളേജിൽ പോകുന്ന ഇപ്പോൾ കൊഴിഞ്ഞാൻ പറയുകയാണെങ്കിൽ അവിടെയുള്ള കുട്ടികളെ വിളിക്കുക, സംസാരിക്കുക, അവരുടെ ഉന്നമനത്തിനും അവരുടെ പുരോഗതിക്കും അവരുടെ പോരാട്ടങ്ങൾക്കും വേണ്ടി മുന്നോട്ട് പോകണം. ഞാനും പി കെ ശശിയും തമ്മിലുള്ള ബന്ധം അങ്ങനെ തുടങ്ങിയതാണ്. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് ഒരുപാട് വയസ്സായെന്ന്. ഞങ്ങൾ ചെറുപ്പക്കാരാണ്. പക്ഷേ ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് 50 വർഷമായി. ഞങ്ങൾക്ക് വയസ്സാവുന്നില്ല. പക്ഷേ ഞാൻ പി കെ ശശിയെ കാണുമ്പോൾ ശശി മെലിഞ്ഞൊരു കുട്ടിയെ, ഞാൻ അന്നൊരു തടിയാണ്. 77 മുതൽ 77 മുതൽ ഇവിടെ നമ്മുടെ കൊടുവായൂർ വേലായുധൻ മരിക്കുന്ന സമയം മുതലേ, കൊടുവായൂർ വേലായുധൻ മരിക്കുന്ന സമയത്തും ശശിയാണ് ജില്ലാ സെക്രട്ടറി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി. അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സഖാവായിരുന്നു ശശി. സംസ്ഥാനത്ത് അറിയപ്പെടുന്ന SFIയുടെ 10 നേതാക്കളുണ്ടെങ്കിൽ അതിലൊരാൾ പി കെ ശശിയായിരുന്നു. ഞാൻ പാലക്കാടിന്റെ ചാർജുകാരനായി ഇവിടെ എത്രയോ തവണ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ശശി CMBയിലേക്ക് വരികയല്ല, ശശി CMBയിൽ ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടായിരിക്കും. നിങ്ങളും CMBയിൽ ഉണ്ടായിരുന്നു, നിങ്ങളും ഉണ്ടായിരിക്കും എന്നല്ലാതെ അതൊരു തുടർച്ചയാണ്. അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വരിക എന്ന് പറഞ്ഞാൽ അതൊരു മാറ്റമാണ്. ആ മാറ്റം മൗലികമായ ഒരു മാറ്റമാണ്. ചില ആളുകൾ പറയാറുണ്ട് ഞാൻ നാളെ തൊട്ട് കമ്മ്യൂണിസ്റ്റ് അല്ല. അതിനർത്ഥം അയാൾ ഇന്നലെയും കമ്മ്യൂണിസ്റ്റ് അല്ലായിരുന്നു. അപ്പൊ നിങ്ങൾക്കൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കേണ്ട നിർബന്ധമുണ്ടോ? പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ആ കൊടി വിടാൻ ഇഷ്ടമല്ല. ഇപ്പൊ ഈ എലക്ഷൻ കഴിഞ്ഞുകൊണ്ടൊന്നല്ലല്ലോ. ഈ എലക്ഷൻ കഴിഞ്ഞ് VD സതീശൻ ഗവൺമെന്റ് വന്നുകൊണ്ടാണോ DMF ഉണ്ടായതല്ലോ? അതിന് മുമ്പേ ഉണ്ടായില്ലേ? അതുകൊണ്ട് നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, നമ്മൾ നവചിന്ത കമ്മ്യൂണിസ്റ്റുകാരാണ്. നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പണ്ട് ചെയ്ത തെറ്റുകളെ മുഴുവൻ തള്ളിക്കളയാന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുന്നില്ല. പുതിയ ശരികൾ ചെയ്യാൻ വേണ്ടി നാം പ്രതിജ്ഞാബദ്ധരാണ്. സോഷ്യൽ ഫാസിസ്റ്റുകളും അരങ്ങ് നിറയുന്ന ഈ സന്ദർഭത്തിൽ, സോഷ്യൽ ഫാസിസ്റ്റുകൾ തകർന്നടിഞ്ഞിരിക്കുന്ന ഈ സമയത്ത്, പക്ഷേ ഫാസിസ്റ്റുകൾ ഇന്ന് പത്തി വിടർത്തി തന്നെ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ സോഷ്യലിസ്റ്റുകളായ നമ്മൾ സോഷ്യൽ ഫാസിസത്തിനുമെതിരായ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ, മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾ, അവരെ ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയം കെട്ടിപ്പടുക്കാനാണ് നമ്മൾ ഈ ഹാളിൽ കയറിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെയെല്ലാം ഞാൻ ഔപചാരികമായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന CMBയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. MV രാഘവൻ എന്ന മഹാനായ കമ്മ്യൂണിസ്റ്റ്, അദ്ദേഹം നേതൃത്വം കൊടുത്ത പാർട്ടി, CK ചക്രപാണിയെ പോലെ, മൂസാൻകുട്ടിയെ പോലെ, വാസുദേവ മേനോൻ, അദ്ദേഹമാണ് ഈ പാർട്ടിയുടെ പേരിട്ടത്. ആ പേരിടുന്ന പ്രമേയം ടൗൺ ഹാളിൽ വായിച്ചത് സഖാവ് വാസുദേവ മേനോനാണ്. അതുപോലെ ദാസേട്ടനായാലും മറ്റ് നിരവധി KP ഉണ്ണി അടക്കമുള്ള എത്രയോ ആളുകൾ ഈ പാലക്കാട് ജില്ലയിലെ കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരുടെ എല്ലാം പാതയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇത് നിങ്ങളുടെ ചരിത്രത്തിൽ മാത്രമല്ല, CMBയുടെ ചരിത്രത്തിൽ മാത്രമല്ല, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് ഈ കൺവെൻഷൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ രാഷ്ട്രീയ പ്രമേയം ഞാൻ വായിച്ചു. അതിൽ റോസ ലക്സംബർഗ് അടക്കമുള്ള ആളുകളുടെ ആശയങ്ങളെ നിങ്ങൾ ഉൾക്കൊള്ളതായി നിങ്ങൾ രേഖയിൽ എഴുതിയിരിക്കുന്നു. നമ്മൾ ആരുടെയും എതിരല്ല, നമുക്ക് വിരോധമില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുകയും ഫാസിസ്റ്റിന്റെ പണി ചെയ്യുകയും കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുകയും ഏകാധിപതിയുടെ പണി ചെയ്യുകയും ചെയ്താൽ അവരോട് ഒരു സന്ധിയും രാജിയും ഇല്ലാത്ത ഒരു നവചിന്താ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നീണ്ടുപോയ എൻ്റെ ഉദ്ഘാടന പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ചരിത്രപരമായ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും.